വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഒരാളോട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നു. ആ സമയം ആ വ്യക്തി അഭിപ്രായം പറയുന്നത് ഈ രീതിയിലാണ്. അതായത് നടുവിരൽ നമസ്കാരം അയാൾ കാണിക്കുന്നു. അതായത് കൈ കൊണ്ട് അങ്ങനെ ഒരു മോശമായ പ്രയോഗം കാണിക്കുന്നു. അതായത് ആ നാട്ടുകാരൊക്കെ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ആളുകളൊക്കെ ഈ രീതിയിലാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ വിടുമോ? നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു പൗരൻ, ഈ രാജ്യത്തുള്ള പൗരൻ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാളെ വിടുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? നമുക്ക് ആ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ആ പൗരൻ ഈ രാജ്യത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കണം. ഈ രാജ്യത്തിന്റെ സംസ്കാരം, ഈ രാജ്യത്തിന്റെ സമ്പ്രദായങ്ങൾ അതൊക്കെ പരിപൂർണതയോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ ഈ രാജ്യത്തെ പൗരനായി ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഭരണഘടന നൽകുന്ന അനുവാദങ്ങൾ. അതനുസരിച്ച് മാത്രമേ ഈ രാജ്യത്ത് ജീവിക്കാവൂ. അങ്ങനെ ഇരിക്കവേ ഒരു യുവതിയോട്, അതായത് സോഷ്യൽ മീഡിയയിൽ ബ്ലോഗറായി നിൽക്കുന്ന ഒരു യുവതിയോട് മലപ്പുറത്തെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആ യുവതി കാണിച്ചത് നടുവിരൽ നമസ്കാരം എന്ന രീതിയിലാണ്. അതായത് കൈകൊണ്ട് നടുവിരൽ നമസ്കാരം കാണിച്ചു. മോശമായ പ്രയോഗമാണ്, അത് കാണിക്കാൻ ഞാൻ ഇവിടെ വരുന്നില്ല. ആ പ്രയോഗം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ് എന്ന് മാത്രമല്ല അത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥകൾക്ക് എതിരാണ് എന്നുള്ളതും എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു തെറ്റ് ആ യുവതിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചപ്പോൾ മലപ്പുറത്തുകാർ വലിയ രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നു. അതിൽ ചില ആളുകൾ സ്വന്തം നാടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ വൈകാരികമായും സംസാരിച്ചു. നമ്മുടെ രാജ്യത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകാരികമായി സംസാരിക്കില്ലേ? ആ രീതിയിലുള്ള ഒരു സംസാരം അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. ഈ വിഷയത്തിൽ മറുനാടൻ മലയാളിയിലെ ഏകാധിപതിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ സാജൻ സ്കറിയ ഒരു വീഡിയോയുമായി വരുന്നു. ഇയാൾക്ക് എന്ത് വന്നു കഴിഞ്ഞാലും, അതായത് ഇയാൾക്കെതിരെ ആര് സംസാരിച്ചു കഴിഞ്ഞാലും അവരൊക്കെ ഭീകരവാദികളാണ്, അവരൊക്കെ ജിഹാദികളാണ്, അവരൊക്കെ ഇസ്ലാമിന്റെ മറവിൽ തട്ടിപ്പ് നടത്തുന്നവരാണ്, പെൺവാണിഭം നടത്തുന്നവരാണ് എന്നുള്ളതാണ് ഇയാളുടെ ഒരു ശൈലി. ആ ശൈലി ഇയാൾ വിട്ടുപോയിട്ടൊന്നുമില്ല. അതൊക്കെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ നിനക്ക് ഈ സോഷ്യൽ മീഡിയ എഴുതി തന്നിട്ടൊന്നുമില്ല സാജ എന്നുള്ളത് ആവർത്തിച്ച് പറയാൻ മുന്നോട്ട് വരികയാണ്. സാജൻ ഇട്ട വീഡിയോയിൽ സാജൻ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ പെൺകുട്ടിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് സാജൻ പറയുന്നത്. ഏത് പറയാൻ? മലപ്പുറത്തുകാരെ കുറിച്ച് അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നടുവിരൽ നമസ്കാരം പറയാൻ, കാണിക്കാൻ അതിനുള്ള അവകാശം ആ പെൺകുട്ടിക്കുണ്ട് എന്നും ആ അവകാശത്തിന് വേണ്ടിയിട്ട് ഏത് കോടതിയും ഏത് മേഖലയെയും ഏതാളെയും നേരിടാൻ താൻ തയ്യാറാണ് എന്നാണ് സാജൻ പറയുന്നത്. അങ്ങനെ ഒരു അവകാശമുണ്ടോ? നിങ്ങൾ നിയമം പഠിച്ചൊരു മനുഷ്യനല്ലേ? അങ്ങനെ ഒരു അവകാശമുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ ആ പറഞ്ഞത് തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. അതും വ്യക്തമായിട്ടുള്ള നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ സാജന് മറുപടി നൽകാം. അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയത് വിളിച്ചു പറയുകയല്ല. The laws allow a citizen to seek the punishment of anyone who show the citizens disrespect on grounds of religion, race, place of birth, residence, language, caste, sexual orientation, gender identity or any other ground whatsoever. എന്തായാലും അത് മോശമാണ്, അഥവാ കുറ്റകരമാണ്, അത് വലിയ രീതിയിൽ ശിക്ഷ ലഭിക്കേണ്ട കുറ്റമാണ് എന്നാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥകൾ പറയുന്നത്. ആരെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചു പേർ ചെയ്ത ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു നാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നടുവിരൽ നമസ്കാരം കാണിച്ചു കഴിഞ്ഞാൽ വൈകാരികത കത്തും. ജനിച്ച നാടിനെ കുറിച്ച് മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികതയുണ്ടാകും. ആ വൈകാരികത ആ നാട്ടുകാർ പ്രകടിപ്പിക്കും. അത് ചിലപ്പോൾ അതിർവരമ്പുകൾ കടന്നുപോയി എന്ന് വരാം. പക്ഷേ അത് ശരിയല്ല. അതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ വധഭീഷണി മുഴക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ട മലപ്പുറത്തുകാരെ, ആരെങ്കിലും കക്കൂസ് ടാങ്ക് പൊട്ടിച്ച് ജയിലിലേക്ക് പോകുമോ? എന്തിനാ ഈ വേണ്ടാത്ത പണി? അയാളെ വഴിക്ക് വിടുക. അയാൾക്ക് വേണ്ടത് പബ്ലിസിറ്റി തന്നെയാണ്.
അയാൾക്ക് വേണ്ടത് യൂട്യൂബ് റീച്ച് തന്നെയാണ്. എങ്ങനെയെങ്കിലും ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടണം. അതായത് എനിക്കെതിരെ ഒരു വാർത്ത കൊടുത്തിരുന്നു, ഇസ്ലാമിന്റെ മറവിൽ പെൺവാണിഭം എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് എനിക്കെതിരെ ഒരു വലിയ ആരോപണം വന്നുവെന്നും വ്യാജ പ്രചരണങ്ങൾ നടന്നുവെന്നും ആ വ്യാജ പ്രചരണങ്ങളെ ഇദ്ദേഹം ശരിയാക്കി മാറ്റുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഖാദർ കരിപ്പൊടിയുടെ ലീലാവിലാസങ്ങൾ പുറത്തെന്നും ഖാദർ കരിപ്പൊടിയുടെ പെൺവാണിഭ കച്ചവടം എന്ന് പറഞ്ഞും ഇയാൾ ഒരു വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയിൽ ഇസ്ലാമിന്റെ മറവിൽ എന്നാണ് കൂട്ടിച്ചേർത്തത്. അതേസമയം സന്ദീപ് വാര്യർക്ക് ഒരു കേസ് വന്നപ്പോൾ, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ, ആ വിഷയത്തിൽ ഹിന്ദു മതത്തിന്റെ പേരിൽ ഒരു പെൺവാണിഭം എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കാൻ ഇയാൾ വന്നിട്ടില്ല. അതായത് ഇയാൾക്ക് ആരൊക്കെയാണോ എതിരാളികൾ അവരെ അങ്ങ് ആക്ഷേപിച്ച് പറയുക, വായിൽ തോന്നിയത് വിളിച്ചു പറയുക. അങ്ങനെ നിങ്ങൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതും കേട്ട് മൂലക്കിരിക്കുന്ന ചില എംബോക്കികളെ നിങ്ങൾ കണ്ടു കാണും. അക്കൂട്ടത്തിൽ ഖാദർ കരിപ്പൊടിയെ പെടുത്തരുത്. ഈ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. നിങ്ങളും പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയും എന്നുള്ളതൊക്കെ. എനിക്ക് പറയാനുള്ളതും പറയും. അതിന് നിങ്ങളെപ്പോലെ സംഘികളുടെ അച്ചാരം വാങ്ങിയിട്ട് ജീവിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഒത്താശ വേണ്ട എന്നുള്ളത് ആർജവത്തോടെ പറയുകയാണ്. വന്നോളൂ, നേരിടാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്നില്ലേ വന്നോളൂ നേരിടാൻ തയ്യാറാണ്, അതേപോലെ പറയാണ് ഞാനും നേരിടാൻ തയ്യാറാണ്. പലതും വിളിച്ചുകൂവി പറഞ്ഞില്ലേ, മലപ്പുറത്തിന്റെ പേരും പറഞ്ഞ് പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ രംഗത്ത് വരുന്നു. പ്രിയപ്പെട്ട മലപ്പുറത്തുകാരെ, നിങ്ങൾ വൈകാരികതയോടുകൂടി സംസാരിച്ചോ, പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് പോകരുത്. നിങ്ങൾക്ക് എന്തും സംസാരിക്കാൻ ഈ രാജ്യത്ത് അധികാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് പോകരുത്. അതായത് വധഭീഷണി മുഴക്കരുത്, അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയരുത്. ആ രീതിയിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ, നടത്തിയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, നടത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരം പ്രയോഗങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധവുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഞാനുണ്ടാവും കൂടെ. എനിക്ക് മലപ്പുറത്തെ ഇഷ്ടമാണ്. മലപ്പുറത്തെ എന്ന് മാത്രമല്ല ഈ രാജ്യത്തെയും ഇഷ്ടമാണ്. എന്തിനു വേണം പറയാൻ, എനിക്ക് UP ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടുള്ള UP അല്ല ഞാൻ വെറുക്കുന്നത്, മറിച്ച് UP ഭരിക്കുന്ന ആ സംസ്ഥാനത്തെ ഭരണകൂടത്തെയാണ് ഞാൻ വെറുക്കുന്നുള്ളത്. UP എന്ത് പിഴച്ചു? UP സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരില്ലേ? നല്ല നാടല്ലേ? ഈ രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു നാടല്ലേ അത്? ആ നാടിനെ എങ്ങനെ വെറുക്കാൻ വേണ്ടി സാധിക്കും? അതുപോലെ മലപ്പുറവും എത്ര നല്ല നാടാണ്. ഒരുപാട് മഹാന്മാരെ സൃഷ്ടിച്ച നാടല്ലേ? ഒരുപാട് മഹാന്മാർക്ക് ജന്മം നൽകിയ നാടല്ലേ? ഒരുപാട് മഹാന്മാരുടെ എല്ലാ രീതിയിലുമുള്ള കയ്യൊപ്പുള്ള നാടല്ലേ? സംസ്കാരം കൊണ്ടും മതേതരത്വം കൊണ്ടും പേരുകേട്ട നാടല്ലേ? സംഘികളുടെ നെഞ്ചകം വിറപ്പിക്കുന്ന നന്മയുള്ളവരുടെ, ധൈര്യമുള്ളവരുടെ, ധീരതയുള്ളവരുടെ നാടല്ലേ? ആ നാടിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ രാജ്യത്തെ പറഞ്ഞതുപോലെ കണ്ടുകൊണ്ട് തന്നെ ആർജവത്തോടെ പ്രതികരിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനെയും ഭയപ്പെടില്ല എന്നുള്ളത് ആർജവത്തോടെ പറയുന്നു. അങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ പേടിക്കത്തുമില്ല. എന്നെ പേടിപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് നോക്കിയതല്ലേ, ഒരു പേടിയും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് സാജൻ സ്കറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ രാജ്യത്ത് കുറ്റകരമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം വേണ്ട. ഖാദർ കരിപ്പൊടിയും നിങ്ങളും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്കെതിരെ ഞാൻ സംസാരിച്ചത് കൊണ്ട് നിങ്ങൾ എനിക്കെതിരെയും വന്നിട്ടുമുണ്ട്. അതൊക്കെ നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്റെ മതത്തെ കയറി ചൊറിഞ്ഞപ്പോൾ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതത്തെ നിങ്ങൾ മോശമായി ചിത്രീകരിച്ചപ്പോൾ നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വിമർശിച്ചോളൂ, CPM-നെ വിമർശിച്ചോളൂ, SDPI വിമർശിച്ചോളൂ, ലീഗിനെ വിമർശിച്ചോളൂ, അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും വിമർശിക്കാൻ പറ്റാവുന്ന രീതിയിൽ വിമർശിച്ചോളൂ. ഒരു പ്രശ്നവുമില്ല. CPM-നെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറയാറില്ലേ? ഞാൻ നിങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ SDPI കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അന്നൊന്നും ഞാൻ നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കുറ്റകരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി. ആ ഇടപെടലിൽ നിങ്ങളെ ചോദ്യം ചെയ്ത് ഞാൻ രംഗത്ത് വരുന്നു. ഇതാണ് അതിന്റെ രീതി. അതുകൊണ്ട് നിങ്ങളുടെ മര്യാദ എന്തായിരിക്കുമോ ആ മര്യാദ തന്നെ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതി. ഞങ്ങള് മര്യാദയുടെ ഹോൾസെയിൽ ഡീലർ ഒന്നുമല്ല. ഇങ്ങോട്ട് മര്യാദ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മര്യാദ തരും. ഇങ്ങോട്ട് നേരെയാണെങ്കിലോ അങ്ങോട്ടും നേരെയാണ്. അതുകൊണ്ട് മര്യാദ എന്ന് പറയുന്നത്
ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഇറക്കുമതി ചെയ്തു കൊടുത്ത ഒരു സംഭവമല്ല എന്നുള്ളത് സാജനും കൂട്ടരും സാജനെ താങ്ങി നടക്കുന്ന ആളുകളും ചിന്തിച്ചാൽ നല്ലത്. ചില ആളുകളൊക്കെ എന്നെ വിമർശിച്ച രംഗത്ത് വരാറുണ്ട്. മറുപടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാൻ എനിക്ക് വ്യക്തമായി അറിയാം. കാരണം ഭയം എന്നെ സൃഷ്ടിച്ചവനോട് മാത്രമാണ്, അല്ലാത്തവനോട് ഒരു മാങ്ങാത്തൊലിയുമില്ല എന്നുള്ളത് എടുത്തു പറയുകയാണ്. ഞാൻ വീണ്ടും വരും. നന്ദി.